Hi all, welcome to online class. Anyway, for the last class, we discussed about what particle in a box, right? But in this class, we are going to particle trapped in a finite potential well. Okay, in our actual practices, infinite potential is there isn't any situation which has infinite potential, right? അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിൽ അല്ലെ കൂടുതൽ പ്രാക്ടിക്കലി ഇല്ല എന്താ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷനിൽ അങ്ങനെ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ എന്നുള്ള സിസ്റ്റംസ് ആയിരിക്കണമെന്നില്ല. നമുക്ക് മിക്കതും ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ആളായിരിക്കണം, റൈറ്റ്? അങ്ങനെയെങ്കിൽ ഒരു ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളിനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്ത പോലെ ഇവിടെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് us consider a potential well, a finite potential well like this. Right. Anyway, this is y-axis and okay, no problem. This is my x-axis. See here, this potential well has a particle. Particle's energy is E, right? And in this well, V is 0. Okay, and to the left, this is 0, and this is left, and to the left of 0, potential is finite, that is V. Okay, V u okay, and of course on the right of L, the potential is V, right? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കൺസിഡർ ചെയ്തത് V0 ഉള്ളൊരു ബോക്സ് ആണ്, ബട്ട് അതിന്റെ ബൗണ്ടറീസിലൊക്കെ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ആയിരുന്നു. ഒരു ബോക്സ് ആണ് അത്, അല്ലേ? ട്രാപ്പ് ചെയ്യപ്പെട്ടതാണ് പാർട്ടിക്കിളിനുള്ളിൽ. അതുപോലെ ഇവിടെ ഒരു ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലാണ്, ഒരു നിശ്ചിത എമൗണ്ട് പൊട്ടൻഷ്യൽ ഉള്ള ആ ഒരു വോളുള്ള ഒരു വെല്ല്. ഓക്കെ, again we are taking V equal to 0 inside this well. Okay, ശ്രദ്ധിക്കണം. അപ്പോൾ വെല്ലിന്റെ ലെഫ്റ്റില് ഇൻഫിനിറ്റ് അല്ല പൊട്ടൻഷ്യൽ, പക്ഷെ 0 അല്ല, ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ ഉണ്ട്. അതുപോലെ വെല്ലിന്റെ റൈറ്റ് സൈഡിലും അങ്ങനെ തന്നെയാണ്, ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ അല്ല, ബട്ട് 0 അല്ല, ഒരു ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ V ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലാസിക്കലി we know this problem doesn't make any difference. അതായത് ക്ലാസിക്കൽ പാർട്ടിക്കിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാർട്ടിക്കിളിൽ വോൾ മുട്ടും. പാർട്ടിക്കിൾ എനർജി E, that is of course less than V. അതുകൊണ്ട് തന്നെ ഇത് പെനിട്രേറ്റ് പോകാനൊന്നും പറ്റത്തില്ല, ഇവിടെ തട്ടി ബൗൺസ് ചെയ്യും, ഇങ്ങനെ ബൗൺസ് ചെയ്ത് കളിക്കും. ഓക്കെ, of course particle will be always find inside this box, sorry, inside this well. ഓക്കെ, ആ വെല്ലിൽ മാത്രമേ പാർട്ടിക്കിൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അതിന് ഔട്ട്സൈഡ് പാർട്ടിക്കിൾ ഒരു എക്സിസ്റ്റൻസ് ഇല്ല ക്ലാസിക്കലി, റൈറ്റ്? പക്ഷെ ക്വാണ്ടം മെക്കാനിക്കലി, since this is a finite potential, there is a small probability of finding particle outside this well. Okay, appo ee welline porathu adu particleine penetrate cheyidittu ee wellinte ippuratthum adupole wellinte apparum kaananulla cheriya sadhyatha quantum mechanics predict cheyyunnundu. Okay, so nammal idu quantum mechanically solve cheyidittu adu enganeyanu nokkam. ഓക്കെ, ക്ലാസിക്കലി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബിലിറ്റി ഈ രണ്ട് റീജിയൻ, നമുക്ക് റീജിയന് പേര് കൊടുക്കാം, അല്ലേ? ഇപ്പോ ഈ -∞ മുതൽ 0 വരെയുള്ള റീജിയൻ 1, 0 to L വരെയുള്ള റീജിയൻ 2, ആൻഡ് 0 to L വരെയുള്ള റീജിയൻ that is similar to our particle in a box problem. Okay, and the third region L മുതൽ ഇൻഫിനിറ്റി വരെയുള്ള തേർഡ് റീജിയൻ. ഓക്കെ, അപ്പൊ നേരത്തെ ക്ലാസിക്കലി ആണെങ്കിൽ ഒന്നാമത്തെ മൂന്നാമത്തെ റീജിയനിലെ പാർട്ടിക്കിൾ എന്തായാലും കാണില്ല, പ്രോബിലിറ്റി 0 ആണ്. ബട്ട് ക്വാണ്ടം മെക്കാനിക്കലി there is a slight probability because this is a finite potential. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇതെങ്ങനെ സോൾവ് ചെയ്യാനുള്ളത്. ഇതിനിപ്പോ തന്നെ ശരിക്കും നോക്കുമ്പോൾ 1 2 3 3 റീജിയൻസ് കാണാൻ പറ്റും. നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്, അല്ലെ? അപ്പൊ ശരിക്കും 3 റീജിയൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഒന്നാമത്തെ മൂന്നാമത്തെ സിമിലർ റീജിയൻസ് ആണ്, അപ്പൊ നമുക്ക് ഒരുപോലെ സോൾവ് ചെയ്യാം. രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ ബോക്സ് പോലെയാണ്, അപ്പൊ അതുപോലെ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ
ഇതൊരു വൺ ഡയമെൻഷണൽ പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഫോർ ഷ്രോഡിഞ്ചേഴ്സ് ഏത് ഇക്വേഷൻ സ്റ്റഡി സ്റ്റേറ്റ് ഫോം ആണ്. ഇവിടെ ടൈം ഇൻഡിപെൻഡൻസ് ഒന്നുമില്ല പൊട്ടൻഷ്യലിന്, റൈറ്റ്? അതായത് നിങ്ങളുടെ ഏത് ഷ്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഫോം അല്ലേ? അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ എടുത്ത് എഴുതാം, റൈറ്റ്? എന്തായിരുന്നു പറഞ്ഞോ, d square psi by dx square plus 2m by h cut square e minus v equal to 0. E minus v psi psi equal to 0. Right, this was our equation. ഇത് നമ്മളെ ആ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് എഴുതാൻ പറ്റണം. അതായത് for region 1 and 3 they are similar region, I already told you. ആ ഒന്നാമത്തെ മൂന്നാമത്തെ റീജിയനില് പാർട്ടിക്കിളിന്റെ എനർജി എത്രയാണ്, E ആണ് അല്ലേ? and that E is less than V, right? അപ്പോ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ E minus V പോസിറ്റീവ് ആയിരിക്കും, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ this expression is for region 1 and 3. okay, അപ്പൊ റീജിയൻ 1ലും 3ലും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇങ്ങനെ എഴുതുക. അതേസമയം നിങ്ങൾ റീജിയൻ 2 എഴുതുന്നെങ്കിലോ എങ്ങനെ എഴുതുക, d square psi by dx square plus 2m by h cut square. റീജിയൻ 2ല് v0 അല്ലേ, അപ്പൊ e psi equal to 0. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇത് സോൾവ് ചെയ്യണം ഫോർ റീജിയൻ 1 and 3. ഇത് നമുക്കറിയാം, we already solved in this equation. അപ്പൊ ഇതിന്റെ റിസൾട്ട് ഞാൻ നേരിട്ട് അങ്ങ് എഴുതും. ഓക്കെ, എനിവേ ഞാൻ ആദ്യം 1ഉം 3ഉം എടുക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, കുഴപ്പമില്ല, റൈറ്റ്? ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 1ന് 3 ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനി റീജിയൻ 2ന്റെ എങ്ങനെയാ? റീജിയൻ 2 നമുക്കറിയാം. ഇപ്പോ റീജിയൻ 2ന്റെ ശ്രദ്ധിക്കുക, റീജിയൻ 2 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? yes, d square psi by dx square plus 2m by h cut square e minus v0 ആയതുകൊണ്ട് e psi equal to 0. ഇത് നമ്മൾ നേരത്തെ സോൾവ് ചെയ്തിട്ടുണ്ട്, പാർട്ടിക്കിളിന്റെ ബോക്സ് സോൾവ് ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷൻ അറിയാം. എനിവേ അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പൊ ഇവിടെ സോൾവ് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ആണ്, റൈറ്റ്? അപ്പോൾ we are going to solve this equation, Schrodinger's equation for region 1 and 3. ഓക്കെ, നോക്കണേ. അപ്പൊ ഒന്നാമത്തെ മൂന്നാമത്തെ സോൾവ് ചെയ്യണം. ഇവിടെ ഒന്നാമത്തെ റീജിയൻ നമുക്കറിയാം, V ആണ് പാർട്ടിക്കിളിന്റെ എനർജിനേക്കാൾ ഗ്രേറ്റർ ദാൻ അല്ലേ? ഓഫ് കോഴ്സ് ദിസ് പൊട്ടൻഷ്യലി ഗ്രേറ്റർ ദാൻ ദി എനർജി ഓഫ് പാർട്ടിക്കിൾ. സിമിലർലി ഇൻ റീജിയൻ 3 ഓൾസോ പൊട്ടൻഷ്യൽ V ഈസ് ഗ്രേറ്റർ ദാൻ E അല്ലേ? അപ്പോ V ഗ്രേറ്റർ ദാൻ E ആണ് ഒരു നെഗറ്റീവ് വാല്യൂ വരിക അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം അല്ലേ? എങ്ങനെയാണെന്ന് യു പുട്ട് k square equal to 2m v minus c by h cut square. okay, appo k square equal to 2m e minus v minus c by h cut square കൊടുത്താൽ ഇതെന്താ ഒരു ഇക്വേഷൻ എന്ന് പറ, d square psi by dx square. ഇവിടെ ഇപ്പൊ ഞാൻ എന്താക്കിയിട്ടുണ്ട്, നമുക്ക് ഇക്വേഷൻ e minus v ആണ്, താഴെ ഞാൻ k സ്ക്വയറിലുള്ളത് v minus c ആണ്. കാരണം v is greater than e. v greater than e ആണെങ്കിൽ ഈ ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കും, ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കുമല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ this quantity is positive but the v minus c ആവണമെങ്കിൽ ഈ നെഗറ്റീവ് ഞാൻ പുറത്തെടുക്കണം. ഇവിടെ പ്ലസിന് വരെ എന്ത് വരണം, മൈനസ് വരണം, വേണ്ടേ? അങ്ങനെ എന്താവും, v minus c ആവും. ഓക്കെ, അപ്പൊ v minus c ഈ ടേം ആയി, അതായത് ആ k സ്ക്വയർ ആണ്, k സ്ക്വയർ psi equal to 0. ഓക്കെ, അപ്പൊ നമ്മള് ചെറിയൊരു മാറ്റം പാർട്ടിക്കിളിന്റെ ബോക്സിന്റെ അവിടുന്ന് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഇവിടെ പ്ലസ് ആയിരുന്നു, ഈ ടേം ഇ മൈനസ് വിയും പോസിറ്റീവ് ആയിരുന്നു. സോ ഇവിടെ പ്ലസ് ആ വന്നിട്ടുണ്ടാവുക, എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് അല്ലേ? നമ്മൾ എഴുതിയത് സൊല്യൂഷൻ സൈഡ്. അതുപോലെ ഇവിടെ പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ d square psi by dx square minus k square psi equal to 0 ആണ്. And again this equation has a solution that we know and I have put that and I will take that solution here. Okay, അതുകൊണ്ട് ഞാൻ ഇതിന്റെ സൊല്യൂഷൻ ഇവിടെ എഴുതാൻ പോവാണ്. നേരത്തെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. And the solution is
നോക്കിക്കോളൂ സൊല്യൂഷൻ. അത് ഒന്നാമത്തെ റീജിയൻ, അതിന്റെ വേവ് ഫംഗ്ഷൻ psi1 എന്ന് വിളിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് സം c e raised to a sorry c e raised to k kx plus d e raised to minus kx. Okay, listen, and definitely for third region, ഒന്നാമത്തെ മൂന്നാമത്തെ റീജിയനിൽ സെയിം ഇക്വേഷൻ ആണ്, ഒരേ സൊല്യൂഷൻ, ഒരേ ഫോമിലുള്ള സൊല്യൂഷൻ ആയിരിക്കും. ഒരു സൊല്യൂഷൻ എന്നല്ല, ഈ കോൺസ്റ്റൻസിൽ വ്യത്യാസം ഉണ്ടാവും, ബട്ട് ദ ഫോം വിൽ ബി ഇൻ എക്സ്പോണൻഷ്യൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസ്റ്റൻസ് മാറ്റിയാൽ മതി. സം ഇ ഇൻറ്റു അല്ലെ ഈ വേണ്ട, ഈ നമുക്ക് എനർജി ആയിട്ട് കൺഫ്യൂഷൻ ആവും. നമുക്ക് ഒരു എഫ് എടുക്കാം, റൈറ്റ്? സം എഫ് ഇ റേസ് ടു kx plus g e raised to minus kx. അപ്പോ റീജിയൻ 1നും 3ക്കും എന്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ ഫോം എങ്ങനെയായിരുന്നു? ഇതിനെ മാറ്റിയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആയി? ഇത് സോൾവ് ചെയ്താൽ ഫോർ ഫസ്റ്റ് റീജിയൻ വേവ് ഫംഗ്ഷൻ psi1 it is obtained like this, and for the third region wave function psi3 will be this. Okay, ഇനി നമുക്ക് ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താ? ഞാൻ പറഞ്ഞു, ഇവിടെ 0 വേവ് ഫംഗ്ഷൻ അവസാനിക്കണമെന്നില്ല. കാരണം ഇവിടെ ക്വാണ്ടം മെക്കാനിക്കിൽ പെനട്രേറ്റ് ചെയ്യാനുള്ള ചെറിയ ചാൻസ് ഉണ്ട്, റൈറ്റ്? അതായത് 1നും 3നും പാർട്ടിക്കിൾ കാണാനുള്ള ചെറിയൊരു പ്രോബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഞാൻ ഇവിടെ നിന്ന് 0 ഒന്ന് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? 0 അല്ലേ? അപ്പൊ ഫോർ ദി ഫസ്റ്റ് റീജിയൻ നമ്മൾ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ വേവ് ഫംഗ്ഷൻ 0 ആവണം, അല്ലേ? അപ്പൊ നോക്കിക്കോളെ, അപ്പൊ വേവ് ഫസ്റ്റ് റീജിയനാണ് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് റീജിയൻ. നിങ്ങൾ മൈനസ് ഇൻഫിനിറ്റി ഇവിടെ കൊടുത്തു നോക്ക്, ഇവിടെ 0 ആവണം. മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് ഇവിടെയാണ് പാർട്ടിക്കിൾ ഉള്ളത്. പാർട്ടിക്കിളിനെ തൊട്ടിപ്പുറം കാണാനുള്ള പ്രോബിലിറ്റിയെ കൂടുള്ളൂ. മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും ഈ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബിലിറ്റി എന്ത് ചെയ്യണം? കുറയണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 0 വന്നു, മൈനസ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്, അല്ലേ? പക്ഷെ ഈ ടേം 0 ആവണമെന്നുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് psi1 0 കിട്ടുകയും വേണം. അതുകൊണ്ട് ഈ എക്സ്പോണൻഷ്യൽ 0 ആകാത്തത് കൊണ്ട് d എന്തായിരിക്കണം? 0 ആവണം. എന്നാലേ ഇവിടെ psi1 സ്ഥാനത്ത് എന്ത് വരൂ? 0 വരുള്ളൂ, അല്ലേ? എന്താ ഞാൻ പറഞ്ഞേ? മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ psi1 0 ആവണം. അപ്പോ LHS 0 ആയി. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ 0 കിട്ടണം. ബട്ട് ഇ റേസ് ടു എക്സ് മൈനസ് ഇൻഫിനിറ്റി കൊടുത്താൽ ഇത് 0 ആയി, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി കൊടുത്താൽ ഇത് 0 ആവൂല. അതുകൊണ്ട് തന്നെ d എന്തായിരിക്കണം? 0 ആയിരിക്കണം. d 0 എന്ന് പറഞ്ഞാൽ ഈ psi1 ടേമില് സൊല്യൂഷനിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? നമ്മൾ മുമ്പ് ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിച്ചിട്ടില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ psi1 ആര് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ? ഈ ഫസ്റ്റ് ടേം മാത്രം. ഏതാ? c e raised to kx. ഓക്കെ, ഫൈൻ. നൗ അതേപോലെ നമുക്ക് മൂന്നാമത്തെ കാര്യം നമുക്ക് പരിഗണിച്ചു നോക്കാം. തേർഡ് വേവ് ഫംഗ്ഷൻ, മൂന്നാമത്തെ റീജിയൻ ഇതാണ്. ഇവിടെ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴാണ് വേവ് ഫംഗ്ഷൻ 0ലേക്ക് പോകുന്നത്. മൈനസ് ഇൻഫിനിറ്റി അല്ല, പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക്. അപ്ലൈ ദാറ്റ് കണ്ടീഷൻ ഹിയർ. അപ്പോൾ വേവ് ഫംഗ്ഷൻ psi3 is 0 when you goes x into infinity. അപ്പൊ എക്സിനോട് ഇൻഫിനിറ്റി കൊടുത്താൽ e raised to infinity 0 അല്ല, ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇത് 0 ആവില്ല. പകരം ഇവിടെ ഇൻഫിനിറ്റി കൊടുത്താൽ ഇത് 0 ആവും, അല്ലേ? നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താ? 0 ആയാ. അപ്പൊ ഇത് എന്തായാലും എന്തായി? 0 ആയി. അപ്പൊ ഇത് 0 ആവണ്ടേ? നിങ്ങൾക്ക് psi3 0 കിട്ടണം ഇൻഫിനിറ്റി പോകുമ്പോ. ഇവിടെ ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ടേം എന്തായാലും 0 ആയി. പക്ഷെ ഇത് 0 ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് 0 ആവണമെങ്കിൽ അപ്പൊ എഫ് എന്തായിരിക്കണം? മസ്റ്റ് ആയിട്ട് 0 ആയിരിക്കണം. അപ്പൊ ഈ കോൺസ്റ്റൻസിൽ എഫിലും ജിയിലും എഫ് എന്താന്ന് മനസ്സിലായി? 0 ആണ്. എങ്കിലേ psi3 at infinity 0 ആവുള്ളൂ, കറക്റ്റ് അല്ലേ? അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ടേം എന്ത് ചെയ്യും? എഫ് 0 ആയതുകൊണ്ട് ഉണ്ടാവില്ല. സോ psi3 എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ ടേം g e raised to minus kx. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മള് ഒന്നാമത്തെ മൂന്നാമത്തെ റീജിയന്റെ വേവ് ഫംഗ്ഷന്റെ ഒരു ഫോം കണ്ടുപിടിച്ചു. എന്താണ് വേവ് ഫംഗ്ഷൻ എന്നുള്ളത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സെക്കൻഡ് റീജിയൻ, ദാറ്റ്സ് നോട്ട് ടഫ് ഫോർ us because സെക്കൻഡ് റീജിയൻ നമ്മുടെ പാർട്ടിക്കിൾ ബോക്സ് പ്രോബ്ലം പോലെയാണ്. അത് നമ്മൾ സോൾവ് ചെയ്തതാണ്.
For second region നമുക്കറിയാം ഈ ഇക്വേഷൻ മാറ്റി എഴുതിയാൽ d square psi by dx square plus 2m by h cut square e psi equal to 0. V is 0 here. Okay, അപ്പോൾ v 0 ആയാലും ഈ psi ഉള്ളൂ. ഇതിന്റെ സൊല്യൂഷൻ എന്താ? psi 2 സെക്കൻഡ് റീജിയൻ ആയതുകൊണ്ട് psi 2 ന് കൊടുത്തു equal to a sin kx plus b cos kx. Okay, right. So for second region the solution is this. Okay students, അപ്പോൾ ഞാൻ അത് ഓരോന്ന് വെച്ചാൽ region 1 ന്റെ wave function, region 2 and region 3 and region 2. Clear അല്ലേ? നമുക്ക് ഒന്ന് പ്ലോട്ട് ചെയ്യാം. Okay, wave function നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. ശ്രദ്ധിക്കണേ. Okay, listen. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ വരച്ചിട്ടുണ്ട്. psi 1 psi 2 psi 3 വരച്ചിട്ടുണ്ട്. അതായത് ഇത് നിങ്ങളുടെ region 1 region 2 എന്നല്ലേ? ഇതാണ് region 1, ഇത് region 2, ഇത് region 3. Okay, അപ്പോൾ n equal to 1 കൊടുത്താൽ ഒന്നാമത്തെ ഫസ്റ്റ് wave function, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് വരക്കാം. ബട്ട് ഞാൻ തൽക്കാലം 3 വരച്ചിട്ടുള്ളൂ. അതുപോലെ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി മോഡുലസ് psi 1 സ്ക്വയറും ഒക്കെ വരച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കിയാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും നേരത്തെ പാർട്ടിക്കിളിന്റെ ബോക്സിൽ വേവ് ഫംഗ്ഷൻ കറക്റ്റ് 0-ലും L-ലും വന്ന് അവസാനിച്ചിട്ടുണ്ട് അല്ലേ? ബട്ട് ഹിയർ യു ക്യാൻ സീ 0-ന്റെ ലെഫ്റ്റിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, L-ന്റെ റൈറ്റിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ പറയുമ്പോൾ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിളിനെ റീജിയൻ 1-ലും 3-ലും കാണാനുള്ള പ്രോബബിലിറ്റി സ്മോൾ പ്രോബബിലിറ്റി ഉണ്ട്. യെസ്, ഇറ്റ് ഈസ് സ്മോൾ ബട്ട് ദർ ഈസ് പ്രോബബിലിറ്റി. ഇവിടെ നോക്കിയാൽ ഇതാണ് പ്രോബബിലിറ്റി വരച്ചിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പ്രോബബിലിറ്റി ഉണ്ട് 1-ലും 3-ലും. 2-ലാണ് കൂടുതലെങ്കിലും. ഓക്കെ, സോ ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ബ്യൂട്ടി. ക്ലാസിക്കൽ മെക്കാനിക്സിലെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ വേവ് ഫംഗ്ഷൻ കറക്റ്റ് അവസാനിക്കും, ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല. ഓക്കെ, പാർട്ടിക്കിൾ എന്തായാലും ഉണ്ടാവില്ല. ഈ എനർജിയുള്ള പാർട്ടിക്കിൾ തീർച്ചയായിട്ടും ഇവിടുന്ന് ബൗൺസ് ചെയ്ത് കളിക്കും, അത്രയേ ഉള്ളൂ. ബട്ട് ക്വാണ്ടം മെക്കാനിക്സ് ദർ ഇസ് എ സ്ലൈറ്റ് പ്രോബബിലിറ്റി. ഓക്കെ, അപ്പൊ അത് എല്ലാവരും മനസ്സിൽ വെച്ചോളൂ. ഇനി അത് എക്സ്പോണൻഷ്യലി ഡിഗ്രീസ് ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, എക്സ്പോണൻഷ്യലി ആണ് അതിന്റെ ഡിഗ്രീസ് വരുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് എക്സ്പോണൻഷ്യലി ആണ് അതിന്റെ മാറ്റം 1-ലും 3-ലും അല്ലേ? ആൻഡ് റീജിയൻ ബിറ്റ്വീൻ 0 to L, അതായത് റീജിയൻ 2-ല് അത് സൈനസോയിഡിലാണ് അല്ലേ? ഓക്കെ, സൈനസോയിഡിലാണ് റീജിയൻ 2-ല്. അതേസമയം 1-ലും 3-ലും എങ്ങനെയാ? എക്സ്പോണൻഷ്യലി ആണ് അല്ലേ? അത് നോക്കിയാൽ മനസ്സിലാവും എക്സ്പോണൻഷ്യലി ആണുള്ളത്. റൈറ്റ്, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. റൈറ്റ്, സോ ഇത് മൂന്നും 1-ല് വരയ്ക്കുമ്പോൾ വേവ് ഫംഗ്ഷൻ ഇതാണ്, 2-ല് വരയ്ക്കുമ്പോൾ sin kx plus b cos kx ആണ്, 3-ല് വരയ്ക്കുമ്പോൾ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അങ്ങനെ നമ്മൾ വരച്ചപ്പോൾ കിട്ടിയ വേവ് ഫംഗ്ഷൻ ആണിത്. ഡെഫിനറ്റ്ലി psi 1 and psi 3 is not equal to 0. റൈറ്റ്, അതിന്റെ അർത്ഥം എന്താ? നമുക്ക് 0 എന്നല്ല കിട്ടിയത്. അതിനർത്ഥം there is a slight probability of finding particle beyond 0 and L, beyond the box. Okay, right, that is the speciality of quantum mechanics. പക്കാരി എല്ലാവരും ഓർമ്മിച്ച് വെച്ചോളൂ. ഇവിടെ ഞാൻ കാണാൻ പറ്റും, ഇപ്പോൾ ഇത് n വാല്യൂ അല്ലേ? നമ്മളിവിടെ ശരിക്കും ഒരു n കൊടുക്കണം, തൽക്കാലം കൊടുത്തിട്ടില്ല, കുഴപ്പമില്ല. n വാല്യൂ ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് നമ്മളൊരു കാര്യം കാണാൻ പറ്റും. പാർട്ടിക്കിൾ വേവ് ഫംഗ്ഷൻ, ഈ ബോക്സിനുള്ളിലെ വേവ് ഫംഗ്ഷന്റെ വേവ് ലെങ്ത് കുറയുന്നുണ്ട് അല്ലേ? നിങ്ങൾ ലാംഡ ഈക്വൽ ടു h/p എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? അപ്പൊ വേവ് ലെങ്ത് n ഇൻക്രീസ് ആവുന്നതനുസരിച്ച് വേവ് ലെങ്ത് കുറയുന്നുണ്ടെങ്കിൽ മൊമെന്റം കുറയുന്നുണ്ടാവണം. എന്ന് വെച്ചാൽ എനർജി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പൊ നമ്മുടെ പാർട്ടിക്കിളിന്റെ ബോക്സിനെ സംബന്ധിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വേവ് ലെങ്ത്തിലെ ആ ഒരു ഡിഗ്രീസ് അത് മൊമെന്റത്തിൽ എഫക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ എനർജി എന്തുണ്ട്? കുറവുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളാം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു ചെറിയ വീഡിയോ ആണ്, കാണാൻ ഡൗട്ട് ചോദിക്കാം. സോ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.